നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വന്തം. ഈ സീസണിലുടനീളം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലാനുകൾ തകിടം മറിയുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ആദ്യം കോച്ച് ഇവാൻ വുക്കുവിനോവിച്ചിനെ പുതിയ മാറ്റത്തിന് വേണ്ടി പറഞ്ഞു വിട്ടിട്ട് മിക്കായൽ സ്റ്റാറിയെ കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാൻ കഴിയാതെ വന്നു. മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെതിരെയുള്ള എവേ മത്സരത്തിൽ ടീം നന്നായി പൊരുതി കളിച്ചു. പക്ഷേ ടീം തോറ്റു. ആ ഘട്ടത്തിൽ അദ്ദേഹത്തെ പറഞ്ഞു വിടുന്നു. പുതിയ കോച്ച് ഉടൻ വരും എന്നൊക്കെ പലരും ആ ഘട്ടത്തിൽ വാർത്തകളൊക്കെ കൊടുക്കുന്നത് നമ്മൾ കണ്ടു. പക്ഷെ ഒന്നും ഉണ്ടായില്ല. ഇൻട്രിം കോച്ചുമാരെ വെച്ച് തന്നെ മുന്നോട്ട് പോകുന്നു. അപ്പോൾ അവിടെയും പ്ലാനിലൊക്കെ മാറ്റം വരുന്നു. അങ്ങനെ തകിടം മറിയുന്ന കാഴ്ച ത്രൂ ഔട്ട് ഈ സീസണിൽ നമ്മൾ കണ്ടുകൊണ്ടേയിരുന്നതാണ്. ഇപ്പോൾ ഇന്നലെ എഫ്.സി. ഗോവയോട് തോറ്റു. 3 താരങ്ങളെ ബ്ലാസ്റ്റേഴ്സിന് മാറ്റേണ്ടി വന്നല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് കോച്ച് പറയുന്നത് അത് ഞങ്ങളുടെ പ്ലാൻ അനുസരിച്ചല്ല, പ്ലാനിനെതിരെയാണ് കാര്യങ്ങൾ സംഭവിച്ചത് എന്ന്. ഇതിപ്പോൾ ഈ സീസൺ മുഴുവൻ ഇങ്ങനെ തന്നെയാണ്. അതായത് ഈ കളിക്ക് ഓർമ്മയില്ല, അദ്ദേഹത്തിന് സസ്പെൻഷനായി പോയി. പിന്നെ സച്ചിന് പരിക്ക് പറ്റി, അദ്ദേഹത്തെ കളിപ്പിക്കാൻ പറ്റാതെയായി. നേരത്തെ തന്നെ നോഹ് സദോയി പരിക്കേറ്റ് പുറത്താണ്. അപ്പോൾ ഇങ്ങനെ ചില കളികളിൽ പ്രധാന താരങ്ങൾ മിസ്സാവുന്നു. അത് പ്ലാനിനെതിരാണ്. അപ്പോൾ കോച്ച് ഇന്നലത്തെ കളിക്ക് ശേഷം പറഞ്ഞ വാക്കുകളിലേക്ക് ഒന്ന് പോകാം. ഓരോ കളിയിൽ ഈ താരങ്ങളുടെ മാറ്റത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയുകയാണ്. ഇറ്റ്സ് ഡിപ്പെൻഡ് ഓൺ ദാറ്റ് ഇൻഡിവിജ്വൽസ് ഗെയിം. നമ്മൾ തീർച്ചയായിട്ടും 3 പ്ലേയേഴ്സിനെ മാറ്റാൻ നിർബന്ധിതരായി. ഇറ്റ് വാസ് എഗെയിൻസ്റ്റ് അവർ പ്ലാൻസ് ആൻഡ് എവറിത്തിങ്. അത് ഞങ്ങളുടെ പ്ലാനുകൾക്കെതിരായിരുന്നു. ചിലപ്പോൾ നമ്മൾ എവേ മത്സരങ്ങൾ കളിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കും. അത് ക്വൈറ്റ് നാച്ചുറലാണ്. പ്രൊഫഷണൽ പ്ലേയേഴ്സ് എന്ന നിലക്ക് നമ്മളിതൊക്കെ തരണം ചെയ്തേ പറ്റൂ. എന്നിട്ട് ഗുഡ് പെർഫോമൻസ് നടത്തിയേ പറ്റൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. കളിയെ മൊത്തത്തിൽ വിലയിരുത്തുമ്പോൾ അദ്ദേഹം പറയുന്നു ഫസ്റ്റ് ഹാഫിൽ മോശമല്ലാത്ത പ്രകടനം തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് നടത്തിയിരുന്നത്. പക്ഷേ സെക്കൻഡ് ഹാഫിൽ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും കൈവിട്ടു. അദ്ദേഹം പറയുന്നു ദി മാച്ച് വെൻറ്റ് വെൽ ഫോർ ദി ഫസ്റ്റ് ഹാഫ്. ആദ്യ ഹാഫിൽ നല്ല രൂപത്തിലാണ് കാര്യങ്ങൾ പോയത്. ഇൻ ദി സെക്കൻഡ് ഹാഫ് ഞങ്ങൾക്ക് തുടക്കത്തിൽ തന്നെ കാര്യങ്ങൾ കൈവിട്ടു. ആ ഒരു ലീഡ് അവർ ഗോളടിച്ച് അവർ ലീഡ് എടുത്തില്ല. അത് നമ്മൾ കൺസീഡ് ചെയ്തത് ബുദ്ധിമുട്ടാക്കി. അവിടെ മുതൽ തീർച്ചയായിട്ടും അവർ ക്രിയേഷൻ വാസ് നോട്ട് ഹാപ്പനിങ് ഇൻ ദി മിഡ്ഫീൽഡ്. മിഡ്ഫീൽഡിൽ ക്രിയാത്മകമായിട്ടുള്ള നീക്കങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയില്ല. മിഡ്ഫീൽഡിൽ നമ്മൾ പരാജയപ്പെട്ടു. സോ എഗെയിൻ നമ്മളൊരു ഗോൾ കൂടി കൺസീഡ് ചെയ്തു. അങ്ങനെയാണ് അത് സംഭവിച്ചത്. ഇറ്റ് വാസ് ഓവർ എന്ന് അദ്ദേഹം പറയുന്നു. ഏതായാലും ഇതിപ്പോൾ ഈ കളിയിൽ മാത്രമല്ലെന്നേ, ത്രൂ ഔട്ട് ദി സീസൺ ഇങ്ങനെ തന്നെയല്ലേ, പ്ലാനുകൾ തകിടം മറിയുകയല്ലേ. ഇനി എന്ത് സംഭവിക്കും, കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.